ലബനാനിൽ ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ 2 ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടു. സൈന്യത്തിന്റെ ടാങ്കിനും ബുൾഡോസറിനും നേരെയാണ് മോർട്ടാർ ആക്രമണം നടന്നത്. ക്ലസ്റ്റർ ബോംബുകൾ ഘടിപ്പിച്ച് മിസൈലുമായി തെല്ലവീവിലേക്ക് ഇറാൻ കനത്ത ആക്രമണം നടത്തി. 6 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റതായി ഇസ്രായേൽ സ്ഥിരീകരിച്ചു. ഇറാനിൽ ഇസ്രായേലിന്റെ വ്യാപക ആക്രമണം തുടരുകയാണ്. കരസേനയുടെ ആസ്ഥാനം തകർത്തെന്നും ലബനാനിൽ ഹിസ്ബുള്ളയുടെ 200 അംഗങ്ങളെ വധിച്ചെന്നും ഇസ്രായേലിന്റെ അവകാശവാദം. MC നാസർ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നാസർ, ഈ പറഞ്ഞതുപോലെ തന്നെ ആക്രമണവും പ്രത്യാക്രമണവും ഇപ്പോഴും തുടരുകയാണ്. സാഹചര്യം ഇപ്പോഴും ഒരു കൈവെള്ളയിൽ ഒതുങ്ങുന്ന ഘട്ടത്തിലേക്ക് എത്തിയിട്ടില്ല എന്നല്ല ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതാണ്. അനീഷ, തീർച്ചയായിട്ടും ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു സമാധാന സാധ്യതകൾ കാണുന്നില്ല. അതേസമയം വളരെ ശക്തമായിട്ടുള്ള ആക്രമണമാണ് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാൻ നഗരങ്ങളിൽ ഉടനീളം തുടർന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അതിശക്തമായിട്ടുള്ള ആക്രമണത്തിന് നേരിട്ട് കൊള്ളണം എന്നൊരു മുന്നറിയിപ്പാണ് ട്രംപ് ഇന്നലെ തന്നെ നൽകിയിരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് തെഹ്റാനിലും ഇസ്ഫഹാനിലും കുമ്മിലും മറ്റ് ഇറാന്റെ നഗരങ്ങളിലും വ്യാപകമായിട്ടുള്ള ആക്രമണങ്ങൾ നടക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നു. അതേസമയം ഇസ്രായേലിലേക്കും ഇന്ന് പകൽ വ്യാപകമായിട്ടുള്ള ആക്രമണം നടന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്ലസ്റ്റർ ബോംബുകൾ ഘടിപ്പിച്ചിരിക്കുന്ന മിസൈൽ ആക്രമണം കൂടി ഉണ്ടായിരിക്കുന്നു. നിരവധി പേർക്ക് ഇസ്രായേലിൽ പരിക്കേറ്റതായിട്ടാണ് ഇസ്രായേൽ അധികൃതർ തന്നെ വെളിപ്പെടുത്തുന്നത്. അതോടൊപ്പം തന്നെയാണ് ലബനാനിൽ നിന്നുള്ള ആക്രമണവും കൂടിയിരിക്കുകയാണ്. ലബനാനിലേക്ക് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റതായും ഏതാനും പേർ കൊല്ലപ്പെട്ടതായും ഏറ്റവും അവസാനത്തെ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. 2 സൈനികർ കൊല്ലപ്പെട്ടതായിട്ട് ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ശക്തമായിട്ടുള്ള ആക്രമണം ലബനാനിലേക്ക് ദീർഘിപ്പിക്കാനുള്ള ഒരു തീരുമാനം കൂടി ഇസ്രായേൽ കൈക്കൊണ്ടിട്ടുണ്ട്. അനീഷ, ശരി, MC നാസറാണ് വിവരങ്ങൾ.